ആരും ചോദിക്കും ഡാഡനെ കണ്ട. ബൈ ഗുഡ് ബൈ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മിസ്സസ് ആഗിലാണ്. മിസ്സസ് ആഗിയിൽ ഇപ്പം ഒരു മഗ്ഡിയിൽ ജസ്റ്റ് കോഫി കുടിക്കാനായിട്ട് കയറിയേക്കാണ്. ഞങ്ങളിവിടെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലബാർ ഗോൾഡിലൊന്ന് പോകണം. ഹാനുവിന്റെ തളയും വളയും ചെയിനും എല്ലാം പൊട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറിയെടുക്കാൻ ഓർത്തിട്ട് വന്നിട്ടാ. നീയാണോ പൊട്ടിച്ചേ? ആനു നീയാണോ പൊട്ടിച്ചേ? ഡാഡ എന്തേ? ഡാഡാ വലിയ കാര്യമാണ്, തണുപ്പില്ല. ടൊറന്റോയിൽ ഇവിടെ മലയാളി ഒരു ജ്വല്ലറി ഉള്ളതാണ് മലബാർ ഗോൾഡ്. നമ്മള് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, പോയിട്ടില്ല ഇതുവരെ. ഇവിടെ നമ്മളിപ്പോൾ കോഫി കുടിക്കാൻ വന്ന സ്ഥലത്തുണ്ട്. കോസ്കോ ഉണ്ട്, എല്ലാ അഡിഡാസ് എല്ലാ ബ്രാൻഡ്സിന്റെയും ഔട്ട്ലെറ്റ് മാളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഹൻഷി? കണ്ടോ? നാട്ടിൽ പോയല്ലോ. ഹായ്. ഹാന് ഭയങ്കര ഇഷ്ടമാണ് കാറ്റ് ഇഷ്ടമായി കാണിച്ച്. ഓ എന്റെ സന്തോഷാണോ കാറ്റ്. ഹായ് ഹായ്. ഓ മുടി വെട്ടിയോണ്ട് മുടിയിട്ട് ഇളക്കാനില്ല ഹാനിഷിന്. പോവാം. ബൈ പറ. ബൈ ബൈ പറ. ബൈ ബൈ പോവാന്ന് പറ. ബൈ പറ. ബൈ. പോയേക്കാൻ കാറ് കയറാം. ഹലോ മലബാർ ഗോൾഡ് എത്തി ഹാനു. സേ കണ്ടോ മലബാർ ഗോൾഡ്, നമ്മുടെ നാട്ടിലെ മലബാർ ഗോൾഡ്, കാനഡ. നാട്ടിലെ പോലെ തന്നെ ഇവിടുത്തെ മലബാർ ഗോൾഡും ഭയങ്കര തിരക്കാണ് അല്ലേ? നമ്മളിപ്പോൾ ഹാനുവിൻ്റെ കാലത്തളയാണ് അപ്പം നോക്കേണ്ടിരിക്കുന്നത്. ചേരുന്ന സൈസില്ല, അപ്പം നോക്കാനായിട്ട് ഇപ്പം അകത്തേക്ക് പോയിക്കാം. ഹാനു ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, ഓട്ടട ഓട്ടോ. Yeah. ചേച്ചിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഗോൾഡ് എടുക്കാനായിട്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. ബൈ. എല്ലാ തവണയും നമ്മൾ മലയാളം ഫുഡ് കഴിച്ച് ഇത്തവണ ഒരു ചേഞ്ച് ആവാനായിട്ട് നമ്മൾ മന്തി കഴിക്കാന്ന് ഓർത്തു. മന്തിയാ ഫാന്തി. ഇത് ഒതന്റിക് അറേബ്യൻ മന്തിയാ. ഇവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്. കേരള ഹൗസ് ഇവിടെ തന്നെയാണ്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്താണെങ്കിലും ഇതിനു മുമ്പ് നല്ല ഫുഡാണ്. നോക്കാം. മന്തി അല്ലേ, മദ്ബി എന്ന് പറയുന്ന സാധനം. മന്തി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് റൈസ് കുറച്ച് ഫ്ലേവേർഡ് ആയിരിക്കും. പിന്നെ ഇത് ചാർക്കോൾ ഗ്രിൽഡ് ആണ് മീറ്റ്. മറ്റേ മന്തിയിൽ സ്റ്റീം കുക്ക്ഡ് ആണ് മീറ്റ്. ഇത് ചാർക്കോൾ ഗ്രിൽഡ് ആണ് മീറ്റ്. റൈസ് കുറച്ച് ഫ്ലേവേർഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് മീറ്റ് അല്ലേ? എല്ലിന്നൊക്കെ നല്ല രീതിയിൽ അടന്നങ്ങ് പോരും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിപ്പം ഇതാണ് പ്ലേറ്റും മിനിയും. നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റാണ്. മിനിയിൽ ഒരു പീസേ വരുന്നുള്ളൂ, പ്ലേറ്റിൽ 2 പീസ് വരുന്നുണ്ട്. പക്ഷേ റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ പരിപ്പിൻ്റെ ലെൻറ്റിൽ സൂപ്പ് എന്നാണ് അവർ പറഞ്ഞത്, പക്ഷേ നമ്മുടെ പരിപ്പ് കറിയാണത്. മീറ്റ് കഴിച്ചോ? കഴിച്ചു. പിന്നെ മസാല ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ടുണ്ടോ
നല്ല താങ്ക് യു. അനു സേ താങ്ക് യു. താങ്ക് യു. ഒട്ടും മിച്ചം വെച്ചില്ല. അനുവിനും ഇഷ്ടമായി. അത് പിന്നെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് മിച്ചം ഒന്നും ഉണ്ടായില്ല. വയറും ഫുള്ളായി. എന്താ യു ആർ സോ സാറ്റിസ്ഫൈഡ്. പോവാം പോവാം. നമ്മളിവിടെ ചെറുതായിട്ടൊരു ഗ്രോസറി കൂടെ വാങ്ങിക്കാൻ നോക്കി കറിയൊക്കെയാണ്. ചേർത്ത് മതി. പനകൽക്കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നെവില് ഇവിടെയാണ് താമസിക്കുന്നത്. നെവിൽ എന്ന് പറഞ്ഞ നാട്ടിൽ നമ്മുടെ നെയ്ബറാണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പം നാട്ടിൽ അവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ കൊച്ചിന് കുറച്ച് മരുന്നും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് വിൽക്കാൻ വന്നത്. ഞാൻ പറഞ്ഞേടാ നിവിൻ മാമനെ കണ്ടിട്ട് ഉറങ്ങാടാന്ന്. പക്ഷെ മടുത്ത ആള് എല്ലാവരും ടയർഡായി. തണുപ്പായോണ്ട് അവൻ ഓടി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. ഇവിടെ ഉറങ്ങുമായിരുന്നു ചെറുക്കൻ. ഇവിടെ വരെ ഒരുങ്ങുമായിരുന്നു. ഈശോ താങ്ക് യു എന്നാണ് പറയുന്നത്. വിശക്കുന്നു. ബൈ ബൈ ഗൈസ്. അതൊന്നും ഇല്ല. ബൈ ബൈ. അനു സാറ്റ് കളിക്കുവാണേ. അനു സാറ്റ് കളിക്കുവാ. എങ്ങോട്ടാ ഒളിക്ക് പോയി? സാറ്റ് 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 സാറ്റ്. ഇവിടെയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി റെസ്റ്റ് എടുക്കട്ടെ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ. See you in another video. Ta-ta.